പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അവിടെ കുത്തിയിരിക്കുന്നു. രാവിലെ BJP ഇവിടേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. അതൊരു CPM യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചു. നെറ്റിപൊട്ടിയ പ്രവർത്തകൻ ഇരുന്നുകൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത്. അങ്ങനെ പോകുന്ന പ്രസ്ഥാനമല്ല ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ. ഈ മാധ്യമപ്രവർത്തകർ സാന്നിധ്യത്തിലല്ലേ ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറടക്കം നിബു അടക്കം ആക്രമിക്കാൻ വന്നത്. ഞങ്ങൾ ഇവിടെ തുടർ സമരം നടത്തുകയല്ലായിരുന്നോ? ഞങ്ങൾ ഈ സ്കൂളിൽ ഇവിടെ വന്ന് സാറുമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്. ഈ അക്രമത്തെ ഞങ്ങൾ അക്രമം കൊണ്ട് ചെറുക്കാൻ നോക്കുന്നില്ല. ജനാധിപത്യപരമായി ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളില് സാധാരണക്കാരെ അണിനിരത്തി ഈ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ മാർച്ച് നടത്തിയാലോ നിങ്ങൾ അന്വേഷിച്ചോ? അദ്ദേഹത്തിന്റെ സ്വന്തം അളിയനാണ് ഈ പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ. അപ്പൊ BJPയുടെ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പഞ്ചായത്താണോ? എന്താണ് യൂത്ത് കോൺഗ്രസ് സമരം തുടരാണ് തീരുമാനം? ഇന്ന് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിലാണ് ഇവിടെ നിങ്ങൾ പരിശോധിക്കണം. സ്കൂൾ നടക്കുന്നത് ഈ സ്കൂളിൽ ഇന്നലെ ഈ സ്കൂൾ എന്തുകൊണ്ടാണ് ഇവിടെ തുറന്നത്? ഈ സ്കൂൾ തുറന്ന് ഇവിടെ ബെഞ്ച് ഡെസ്ക് പിടിച്ചിടാനായിട്ട് എന്താണ് സാഹചര്യം ഉണ്ടായത്? അപ്പൊ ക്ലാസ് നടക്കുന്നില്ല, അവിടെ നടന്നില്ല എന്ന് പറഞ്ഞു. പച്ചക്കള്ളവല്ലേ? അവിടെ ക്ലാസ് നടന്നില്ലെങ്കിൽ അന്ന് വ്യാഴാഴ്ച ക്ലാസ് നടന്ന അതേ റൂമിലല്ലേ ക്ലാസ് നടക്കേണ്ടത്? ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുതിയ കെട്ടിടത്തിലെ ക്ലാസ് വെച്ചത്? ഈ കുട്ടികളെ ഇന്ന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കുട്ടികളെ സുരക്ഷിതമായി പഠിപ്പിക്കുന്നത് വരെ ഈ കെട്ടിടമടക്കം അടച്ചിട്ടുകൊണ്ട് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ KS യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി തുടരും. ഒരു തർക്കവുമില്ല. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ കമ്മിറ്റികൾക്കും ഉത്തരവാദിത്വം. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. ഇത് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ സ്വീകരിക്കുന്ന വലിയ അഴിമതിയുടെ കഥകൾ. ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ വേണ്ടി എല്ലാ കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ, ചേർത്തലയിൽ 2 ഉദ്ഘാടനം മാറ്റിവെച്ചില്ലേ? തേവലക്കര വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്തല ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യാനിരുന്ന 2 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ അവിടെ കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് പോലീസ് അറിയിച്ചപ്പോ അത് മാറ്റിവെച്ചതാണ് ഇവര്. അപ്പൊ പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്നാണ്. പഞ്ചായത്തിന്റെ വീഴ്ച എങ്ങനെയാണ് സുഹൃത്തെ പഞ്ചായത്തിന്റെ വീഴ്ചയാവുന്നത്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടെ സ്കൂൾ പ്രവർത്തിക്കില്ല എന്ന് പഞ്ചായത്തിന്റെ എഞ്ചിനീയർ അടക്കം പറഞ്ഞപ്പോ അവിടെ പഠിപ്പിച്ചതാരാണ്? ഇവിടുത്തെ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമില്ലേ? പ്രിൻസിപ്പൾ ഇവിടുന്ന് ഗവൺമെന്റിന് ശമ്പളം പറ്റുന്ന പ്രിൻസിപ്പള് ഇവിടെ കൃത്യമായ അവലോകനം നടത്തി ഈ സ്കൂൾ കെട്ടിടത്തിൽ മാറ്റി പഠിപ്പിക്കേണ്ട സമയം എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഈ സ്കൂൾ കെട്ടിടം തുറന്നില്ല? ഇന്നലെയാണ് രാത്രി CPMകാരും ദേവകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ സ്കൂൾ കെട്ടിടം CPMകാരോട് ചേർന്ന് തുറന്നത്. അങ്ങനെ തുറന്ന് പ്രവർത്തിക്കാനുള്ളതാണോ ഒരു സ്കൂൾ കെട്ടിടം? ഇതെന്താ ബ്ലോക്ക് വഴി കുഞ്ഞുങ്ങളാണോ? ഈ പാവപ്പെട്ട സാധാരണക്കാർ, കയർത്തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ ഒരു കാരണവശാലും ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് KS യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. പ്രിൻസിപ്പള് ഈ BJPയുമായി ചേർന്ന് പഞ്ചായത്തിലേക്ക് പൊറാട്ട് നാടകം നടത്തിയാണ്. സ്വന്തം അളിയനാണ്, പെങ്ങൽ സഹോദരിയുടെ ഭർത്താവാണ്. MLA കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാവാതെ ഇവിടെ സ്കൂൾ തുറക്കാൻ MLA പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ മാധ്യമപ്രവർത്തകർക്ക്? അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് സൗകര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ആ സൗകര്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച അല്ലാതെ ഒരു MLA പറഞ്ഞു അല്ലെങ്കിൽ MLA സംസാരിക്കുമ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് പറയാൻ കഴിയൂ. നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പല്ലേ? ഇവിടെ അതാരുടെ കുഴപ്പമാണ്? പ്രിൻസിപ്പൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MLA അല്ലല്ലോ നടപടി. ഫണ്ട് അനുവദിക്കുന്നതും ബിൽഡിങ്ങിന് പണി പൂർത്തിയാക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളല്ല MLA ചെയ്യുന്നത്. ഇതുപോലെയുള്ള ടെക്നിക്കൽ വർക്കുകൾ ആരുടെ ജോലിയാണ്? ആ ജോലി പൂർത്തിയാക്കേണ്ടത് ആരാണ്? ആ ജോലി പൂർത്തിയാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, 2 സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചേർത്തലയിൽ മാറ്റിവെച്ചില്ലേ കഴിഞ്ഞ ദിവസം തേവലക്കര വിഷയവുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ ഉദ്ഘാടനത്തിന് മന്ത്രിമാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയത് ആരാണ്? അങ്ങനെ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി ഇത് മാറ്റിവെച്ച കെട്ടിടമാണ്. ഇവിടെ തുടർ പ്രവർത്തിക്കണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരം ഇവിടെ തുടരുകയാണ്. അവർ പറയുന്നത് ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി കെട്ടിടം മാറ്റിവെച്ചതാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകാൻ കാരണമായത് എന്നുള്ളതാണ്. ഒപ്പം നിലവിലെന്തായാലും പ്രതിഷേധം തുടരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. സ്കൂൾ നിലവിലെന്തായാലും ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമരവും പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുമെന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കളടക്കം സ്കൂൾ വിദ്യാർത്ഥികളടക്കം രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്.